പറയല്ലോ സാർ, വിളിച്ചു പറയല്ലോ സാർ. ആരോടും ലോകത്തോട് മുഴുവൻ വിളിച്ചു പറയും, ഞാൻ കണ്ടുപിടിച്ചു. ആരോടും പറയരുത് സാർ, അച്ഛൻ വഴക്ക് പറയും. അച്ഛൻ വഴക്ക് പറയും? എന്തിന്? സാർ സിഗരറ്റ് വലിച്ച കാര്യം കണ്ടുപിടിച്ചെന്നല്ലേ പറഞ്ഞത്? ഒറ്റയിടിയാൻ വെച്ചേരും. എടാ ഞാൻ പുതിയ ഗ്രഹം കണ്ടുപിടിച്ചെന്ന്. ആ ഗ്രഹം കണ്ടുപിടിച്ചേ, ഗ്രഹം കണ്ടു. നീ ഓടിപ്പോയി എല്ലാരോടും വിളിച്ചു പറയടാ, ഫെർണാണ്ടസ് മേസ്ത്രി പുതിയ ഗ്രഹം കണ്ടുപിടിച്ചെന്ന്. മേസ്ത്രിയോ? അല്ല, ശാസ്ത്രജ്ഞൻ. ഓടിപ്പോയി പറയടാ, എന്തെങ്കിലും തെറ്റ് വന്നാൽ അതിലെ പിടിച്ച് തൂങ്ങിക്കിടന്ന് ആടിക്കോളും. ഓടിപ്പോ. ഞാൻ പുതിയ ഗ്രഹം കണ്ടുപിടിച്ചു. വിളിച്ചു പറഞ്ഞേക്കാം എല്ലായിടത്തേക്കും. ഹലോ, തുമ്പാ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമല്ലേ? ഫെർണാണ്ടസ് ആണ് വിളിക്കുന്നത്. ഞാൻ പുതിയ ഗ്രഹം കണ്ടുപിടിച്ചു. വിശ്വസിക്കാൻ പറ്റുന്നില്ലോ? എന്നാ വിശ്വസിച്ചോ, ഞാൻ പുതിയ ഗ്രഹം കണ്ടുപിടിച്ചിരിക്കുന്നു. എല്ലാവരോടും പറഞ്ഞോളൂ. ഓക്കെ ഓക്കെ. ഞാൻ പുതിയ ഗ്രഹം കണ്ടുപിടിച്ചിരിക്കുന്നു. പുതിയ ഗ്രഹം കണ്ടുപിടിച്ചോ? എനിക്ക് വിശ്വസിക്കാൻ കൂടി കഴിയുന്നില്ല കേട്ടോ. പറഞ്ഞാ വിശ്വസിക്കുകയല്ല, കണ്ടാ വിശ്വസിക്കോ? കണ്ടാ വിശ്വസിക്കും. ഇപ്പഴേ വന്ന് ഈ ടെലിസ്കോപ്പിലൂടെ നോക്കി, അപ്പം നിനക്ക് വിശ്വാസമാകും. ഓടിവാ, നോക്ക്, സൂം ചെയ്ത് നോക്ക്, നല്ലോണം സൂം ചെയ്ത് നോക്ക്. നോക്കിയാ സാർ ചുമന്ന് കാണുന്നു സാർ. അത് കത്തി ചൊരിച്ചുകൊണ്ടിരിക്കുകയല്ലേ? ആണാ? പിന്നെ സാർ ഇതിന്റെ അടിയിൽ ഞായർ എന്ന് എഴുതി കാണിക്കുന്നു. എന്റെ ഗ്രഹത്തിന് പുതിയ പേര് കിട്ടിയിരിക്കുന്നു, ഞായർ. സൂം ചെയ്ത് നോക്കടാ, സൂം ചെയ്ത് നോക്ക്. ഇതിന്റെ അടിയിൽ അവിട്ടം, മകം, കേതു, ശുക്രൻ. ശുക്രൻ, കേതു, ദേശാഭിമാനി 2015. ഇങ്ങോട്ട് മാറി, ഇങ്ങോട്ട് മാറി. ഇത് ആരാണ് ഇതിന്റെ ഫ്രണ്ടിൽ കൊണ്ട് കലണ്ടർ തൂക്കിയത്? ഈ ശിഷ്യന്മാരെ കൊണ്ട് തോറ്റു, ഒരു സംഭവം കണ്ടുപിടിക്കാൻ സമ്മതിക്കുന്നില്ല. അവിടെയൊക്കെ കലണ്ടറോ പോസ്റ്ററോ ഒക്കെ തൂക്കി ഒട്ടിച്ച് മറച്ചു കളയും. അല്ല, നീ ആരാ? എന്നെ മനസ്സിലായില്ലേ? ഞാൻ ശാസ്ത്രജ്ഞനാവാൻ പഠിക്കാൻ പോകുന്ന ഒരാളാണ്. ശാസ്ത്രജ്ഞനാകാൻ പഠിക്കാൻ വന്നതാണോ? കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. നീ ശാസ്ത്രജ്ഞനാകാൻ പഠിക്കാൻ വന്നതുകൊണ്ട് മാത്രം നിന്നോട് ഞാനൊരു രഹസ്യം പറയാം. എടാ, ഒരു ഗ്രഹം തകർന്ന് തരിപ്പണമായി പോയി. ആണോ? ഞാൻ ഇന്നലെ കണ്ടുപിടിച്ചതാ. ശരി, നിനക്ക് കാണണം. വാ, ഇപ്പഴേ വാ, വന്ന് ഇതിലൂടെ നോക്ക്. സൂം ചെയ്ത് നോക്ക്. 180 ഡിഗ്രി വെട്ടിച്ച് നോക്ക്. ആണ്ട വടക്കാട്ട് കൊണ്ടുപോകണേ, തെക്കാട്ട് വെട്ടിക്കണം. തെക്ക്, അതാണ് തെക്ക്. നോക്ക്, സൂം ചെയ്യ് നോക്ക്. കണ്ട, ഇതൊരു വീട് തകർന്ന് കിടക്കണല്ലേ? ഇതൊരു വീട് തകർന്ന് കിടക്കണല്ലേ? അത് തന്നെ വീട്. തങ്കമ്മയുടെ ഗ്രഹം. എടാ, വീടിൻ്റെ പര്യായ ഗ്രഹം, ആലയം, ഭവനം, അങ്ങനെയൊക്കെ ഉണ്ട്. ഇന്നലെ കാറ്റത്തെ മാവ് മറിഞ്ഞു കൊണ്ട് വീട് തകർന്നു പോയി. എന്തോരം മാങ്ങ കിട്ടണ മാവായിരുന്നെന്നറിയാവോ? ആ മാവും പോയി, ആ വീടും പോയി, ഗ്രഹം അപ്പാടെ തകർന്നു പോയി. സാറ് എന്തൊക്കെയായി വിളിച്ചു പറയണത്? അല്ല, നീ എന്തിനാ ഇവിടെ വന്നത്? അതെ, ഞാനിപ്പോ പുതിയ ഗ്രഹം കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വന്നാണ്. ആണല്ലേ? നീ ശാസ്ത്രജ്ഞാൻ പഠിക്കാൻ വന്നാണോ? അതെ. നീ ഏത് യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കണത്? ഞാൻ ബ്രിട്ടീഷ് യൂണിവേഴ്സിറ്റിയിൽ. ബ്രിട്ടീഷ് യൂണിവേഴ്സിറ്റി? നിനക്ക് തലക്കോ വല്ല കുഴപ്പമുണ്ടോ? എടാ, ബ്രിട്ടീഷ് യൂണിവേഴ്സിറ്റിയിലൊക്കെ എന്തെങ്കിലും പഠിപ്പിക്കുവോ? എടാ, നിനക്ക് അവിടെയൊക്കെ പോയി പഠിക്കേണ്ട വല്ല കാര്യം ഉണ്ടോ? നിനക്ക് ശാസ്ത്രജ്ഞനാകണം. ആവണം. നിന്നെ ഞാൻ ശാസ്ത്രജ്ഞനാക്കും. നീ ഞായറാഴ്ച രാവിലെ വേണ്ട, ഒരു ഉച്ച കഴിഞ്ഞ് ഒരു 3-3:30 ആകുമ്പോൾ ഊണൊക്കെ കഴിഞ്ഞ് ഒരു ഉറക്കം കഴിഞ്ഞ് ഇങ്ങോട്ട് വാ. ഒരു അരമണിക്കൂർ വീതം ഞാൻ ക്ലാസ് എടുത്ത് തരാം. നിന്നെ 1 മാസം കൊണ്ട് ഞാൻ കിടുക്കൻ ശാസ്ത്രജ്ഞനാക്കി റോഡ് വഴി അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ നടത്തും. കേട്ടോ? ഒരു 250 രൂപ വെച്ച് ഫീസ് തന്നേച്ചാൽ മതി. ഫീസ് എത്രയായാലും കുഴപ്പമില്ല, ശാസ്ത്രജ്ഞനാവാൻ പറ്റൂലോ? ശാസ്ത്രജ്ഞനാവാൻ പറ്റും, പക്ഷെ വേറൊരു കാര്യമുണ്ട്. ഈ ശാസ്ത്രജ്ഞനാവണേ ചുമ്മാ ശാസ്ത്രജ്ഞനാകണേ എന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞു തന്നിട്ട് കാര്യമില്ല. നമ്മൾ ഈ പ്രപഞ്ച സത്യങ്ങളുടെ ഉള്ളിലേക്ക് ഇടിച്ചിറങ്ങിച്ചെന്ന് ഈ രഹസ്യങ്ങളുടെ പൂട്ടുകൾ തല്ലി തകർത്ത് തുറക്കാൻ പറ്റണം. എന്നാൽ മാത്രമേ ശാസ്ത്രജ്ഞനാകാൻ പറ്റുള്ളൂ. അപ്പൊ ശാസ്ത്രജ്ഞനാകാൻ വേണ്ട എന്താണ്? പൂട്ടുകൾ തുറക്കാൻ പറ്റണം. അതാണ്. നിനക്ക് ബുദ്ധി വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ എന്തായാലും എനിക്ക് കുറച്ച് സംശയമൊക്കെ ഉണ്ട്, സാർ ഒന്ന് ക്ലിയർ ചെയ്ത് തന്നെ. സാർ, ഈ ഭൂമിയുടെ അടിയിൽ ലാവയുണ്ട് എന്ന് പറയുന്നത് ശരിയാണോ? ഭൂമിയുടെ അടിയിൽ ലാവയും ലൂവയൊന്നും ഇല്ല. പിന്നെ ഭൂമിയുടെ അടിയിലുള്ളതാണ് മണ്ണിര. അപ്പൊ ഭൂമിയുടെ അടിയിലുള്ളത് ലാവയല്ല, ഭൂമിയുടെ അടിയിലുള്ളത് എന്താണ്? മണ്ണിര. അതാണ്. സാറേ, മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറഞ്ഞാൽ, സുനാമി ഉണ്ടായപ്പോൾ സാറ് എവിടെയായിരുന്നു? സാറ് പരീക്ഷണശാലയിലായിരുന്നു. എന്താ? സുനാമി ഉണ്ടായപ്പോൾ ഞാനൊരു കിടുക്കം കണ്ടുപിടുത്തം കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന് ഇച്ചിരി കപ്പയും കട്ടൻ കാപ്പിയൊക്കെ തിന്നിട്ട് ഒന്ന് മയങ്ങുമായിരുന്നു. ഈ സമയത്താണ് എൻ്റെ ഇളയ മകൻ ഓടി വന്നിട്ട് പറഞ്ഞു, അപ്പച്ച എഴുന്നേറ്റ്, സുനാമി വന്നെന്ന് പറഞ്ഞു. എൻ്റെ ഇടാവേ, വൈകിട്ട് ഒരു 5 മണിയായപ്പോൾ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ ആലപ്പുഴ ജില്ലയിൽ കിടന്നുറങ്ങിയ ഞാൻ പത്തനംതിട്ട ഒരു മരക്കൊമ്പ ഇരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത ചോദ്യം ചോദിക്കും. നീ ശാസ്ത്രജ്ഞനാകാൻ വന്നാണോ? ശാസ്ത്രജ്ഞനാകാൻ വേണ്ടത് എന്താണെന്ന് അറിയാവോ? പൂട്ടുകൾ തുറക്കാൻ പഠിക്കണം. അതാണ്. അപ്പൊ നീ ശാസ്ത്രജ്ഞനാകും. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം, ഈ ഭൂമി കുലുക്കം അത് റിക്ടർ സ്കെയിലിൽ എത്രയാണ് രേഖപ്പെടുത്തിയത്? കഴിഞ്ഞ കുലുക്കം 5.5. അതിന് തൊട്ട് മുൻപ് ഒരു ഭൂമി കുലുക്കം ഉണ്ടായല്ലോ. തൊട്ട് മുമ്പെന്ന് പറഞ്ഞാൽ 1 മാസം മുമ്പ്. 1 മാസം മുമ്പ്. അത് എത്രയാണ് റിക്ടർ സ്കെയിലിൽ രേഖപ്പെടുത്തിയത്? നമ്മുടെ പരീക്ഷണശാലയിൽ 5.5. അത് 5.5. ഏറ്റവും ആദ്യമുണ്ടായ, അതായത് ഭയങ്കര നാശം വിതച്ച ഭൂമി കുലുക്കം ഉണ്ടല്ലോ, ഫസ്റ്റിൽ ഉണ്ടായത്, അത് എത്രയാണ്? ഭയങ്കര കുലുക്കായിരുന്നു. ഭയങ്കര കുലുക്കായിരുന്നു. അത് നമ്മുടെ സ്കെയിലിൽ 5.5 രേഖപ്പെടുത്തി. 5.5 രേഖപ്പെടുത്തി. എല്ലാം 5.5. ഇവിടെ എത്ര കുലുങ്ങിയാലും 5.5 രേഖപ്പെടുത്തു. അതെന്താ? അതങ്ങനെ സെറ്റപ്പ്. ബാക്കി ആ ചെറുക്കനെടുത്ത് ഒടിച്ചു കളഞ്ഞാൽ 5.5 വരെ ഉള്ളു. ഇവിടെ ഇളയൊരു പയ്യുണ്ട്, സ്കെയിൽ ഒടിച്ചു കളഞ്ഞുണ്ട്, 5.5 വരെ ഉള്ളു. സാർ, പിന്നെ അതുപോലെ തന്നെ പ്രൊഫസർ, മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം, ഇപ്പോൾ ഈ ചന്ദ്രന്റെ ഗതി എന്താണ്? എൻ്റെ സഹിക്കുകയില്ല. ഞാൻ കഴിഞ്ഞ ദിവസം മെഡിക്കൽ കോളേജിൽ ചെന്ന് പാസ് എടുത്ത് 14ാം വാർഡിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ചന്ദ്രൻ്റെ കിടപ്പ്
ഒരു കാല് മുറിച്ച്. സാർ ഇത് ഏത് ചന്ദ്രന്റെ കാര്യമായി പറയണത്? ആ തെക്കേ വീട്ടിലെ ചന്ദ്രൻ, അവന് ഷുഗർ. ഞാൻ അതാണോ ചോദിച്ചത്? ഗ്രഹത്തിന്റെ കാര്യമല്ലേ ചോദിച്ചത്? നീ ആവശ്യമില്ലാത്ത ചോദ്യം ചോദിക്കുന്നത്. ശാസ്ത്രജ്ഞനാകാൻ ആദ്യം വേണ്ട എന്താണ് നിനക്കറിയാമോ? പൂട്ടുകൾ തുറക്കാൻ പഠിക്കണം. ആ അത് തന്നെ, അത് പഠിക്കാദ്യം. അതുപോലെ തന്നെ ഈ വേലിയേറ്റവും വേലിയിറക്കവും ഉണ്ടാകുന്നത് എങ്ങനെയാണ്? വേലിയേറ്റം വേലിയിറക്കും. ആ. നീ ശാസ്ത്രജ്ഞനാകും കേട്ടോ. നിന്റെ ചോദ്യത്തിന്റെ പോക്ക് കണ്ടിട്ട് നീ ശാസ്ത്രജ്ഞനാകും. ആ. ഈ വേലിയേറ്റവും വേലിയിറക്കവും ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ആ, രാത്രി ഒരു 12 മണിക്ക് ശേഷം 12 മണിക്ക് ശേഷം ഒരു 2 മണിക്കിടക്കാണ് ഈ വേലിയേറ്റം ഉണ്ടാകും. വേലിയേറ്റം ഉണ്ടാകുന്നത്. വെളുപ്പിന് 7:30 ശേഷം 8 മണിക്കിടക്കാണ് വേലി ഇറക്കം. വേലിയിറക്കം ഉണ്ടാകുന്നത്. ഉണ്ടാകുന്നത്. അപ്പൊ ഒന്ന് വിശദീകരിക്കാമോ? വിശദീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ, അങ്ങോട്ട് നോക്കി, ആ വേലി കണ്ട ഉവ്വ. ഞങ്ങളുടെ കിഴക്കേ വേലി. ഉവ്വ, കണ്ടു. അതൊരു 12 മണി കഴിയുമ്പോൾ അപ്പുറത്തെ ദിവാകരൻ വന്നിട്ട് ഞാൻ ഉറങ്ങണ സമയത്ത് ആ. അതിങ്ങോട്ട് കയറ്റി കെട്ടും. ഇത് വെളുപ്പിനെ ഞാൻ ചെന്നപ്പോൾ കാണും 7:30. ഞാനത് പൊളിച്ച് അതുപോലെ അങ്ങോട്ട് ഇറക്കി കെട്ടും. അതാണ് ഈ വേലി ഏറ്റവും വേലി. അതാണോ ഞാൻ ചോദിച്ചത്? എടാ നീ കൂടുതൽ കഴിഞ്ഞ് ചൂടാകരുതും. എടാ ശാസ്ത്രജ്ഞനാകാൻ ആദ്യം വേണ്ട എന്താണെന്ന് അറിയാമോ? അറിയാം. എന്താ? പൂട്ടികളൊക്കെ തുറക്കാൻ എനിക്ക് കുറച്ചൊക്കെ അറിയാം. ഇയാൾ വന്നപ്പോലെ പറഞ്ഞാണല്ലോ പൂട്ടികൾ തുറക്കാൻ പറ്റാൻ. ഞാനും പഠിക്കാൻ തുടങ്ങിയിട്ട് 6-7 വർഷമായി. എനിക്കറിയാം കുറച്ച് പൂട്ടൊക്കെ തുറക്കാൻ. നീ എവിടെ പൂട്ട് തുറക്കുമെന്ന് പറഞ്ഞു? നീ പൂട്ട് തുറക്കുമെന്ന് നിനക്ക് ഉറപ്പുണ്ടോ? നിനക്ക് പൂട്ട് ആ, തുറക്കും? എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഏത് പൂട്ടും നീ ആ, തുറക്കും? ഏത് പൂട്ട് ഞാൻ തുറക്കും. ഉറപ്പാണല്ലോ? ആ, ഉറപ്പാ. മാറ്റി പറയല്ലോ. ഇല്ല, മാറ്റി പറയല. ഉറപ്പാണേ പൂട്ട് തുറക്കുവേ? ആ, പൂട്ട് തുറക്കും. എന്നാ പിന്നെ ഈ പൂട്ട് തുറന്ന് എന്നെ ഒന്ന് രക്ഷിക്കടാ.